കേരളത്തിനകത്തായാലും കേരളത്തിന് പുറത്തായാലും നമ്മൾ മലയാളികൾക്ക് ഉച്ചയൂണ് സമയത്ത് പ്ലെയിനിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഇലയുടെ സൈഡിലോ ഒരു മത്തി പൊരിച്ചത് കണ്ട ഓഫ് എന്തൊരു സന്തോഷമല്ലേ. ഇനി അതല്ല മത്തി കറിയായാലോ അതും സന്തോഷം. അതായത് മത്തിയെ ഇത്രത്തോളം പ്രണയിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. മത്തി ഫ്രൈ അല്ലെങ്കിൽ മത്തിക്കറി ഓഫ് ആയേഷ്. അപ്പം എന്താ പരിപാടി മനസ്സിലായിണ്ടാവുമല്ലോ. നല്ല ഉച്ചഭക്ഷണം കഴിക്കണം. എന്ത് കൂട്ടിയിട്ട്? മത്തിയും കൂട്ടിയിട്ട്. വിട്ടേക്കാം, വാ. രണ്ട് അമ്മമാർ ചേർന്ന് നടത്തുന്ന കുടുംബശ്രീ വീട്ടിലോണ്. ഒരാളുടെ വീട് ഇവിടെയാണ്, ഒരാളുടെ വീട് റോഡിൻ്റെ ഈ ഭാഗത്ത്. അതായത് നേരത്തെ കണ്ടില്ല, ആ അമ്മ ഭക്ഷണമായിട്ട് വീട്ടിലേക്ക് പോകുന്നത്. അത് ഈ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് അവർ വീട്ടിൽ കഴിക്കുന്നത്. അവരെ വീട്ടിലെല്ലാവരും കഴിക്കുന്ന ആ ഭക്ഷണം തന്നെയാണ് ഈ വീട്ടിലെ ആൾക്കാർ കഴിക്കുന്ന ആ ഭക്ഷണം തന്നെയാണ്. അതായത് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഭർത്താവിനും കൊടുക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് നാട്ടുകാർക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം, ഒരു മായവും ഇല്ല. അമ്മ എല്ലാം റെഡിയായോ? റെഡിയായി. നമ്മുടെ മെയിൻ ഹൈലൈറ്റ് മത്തി. അന്നും ഇന്നും മത്തി. അതായത് 2 വർഷം മുമ്പ്, 2 വർഷം അല്ലേ, 2 വർഷം മുമ്പ് തുടങ്ങുമ്പോഴും മത്തിയായിരുന്നു, ഇന്നും മത്തി. ഈ മത്തി അങ്ങ് ചിരിച്ചോണ്ടിരിക്കുന്നതിനാ? ഈ മത്തി ഭയങ്കര ഇഷ്ടാ. എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല, നാട്ടിൽ ഭയങ്കര ഇഷ്ടാ മത്തി അല്ലേ? മത്തി ഇഷ്ടാ. അതായത് മത്തി എങ്ങനെയാ കണക്ക്? ഇപ്പോ എണ്ണാണോ അല്ലെങ്കിൽ ഒരു പിടി? ഒരു പിടി. അത് എണ്ണൊന്നും ഉണ്ടാവില്ല. ചോറും മത്തി ഫ്രൈയുടെ 100 രൂപ. എന്തൊക്കെയാ സൈഡ് വരാം മൊത്തം? നമുക്ക് മത്തി ഇട്ട കറി, ഒരു തോരൻ, അവിയല്, പിന്നെ മത്തി വറുത്തത്, കൂമ്പ് തോരൻ, അച്ചാറ്, കണ്ണനയില ഇട്ട കറി, പച്ചടി. പുളിശ്ശേരിയോ? പുളിശ്ശേരി ഉണ്ട്. പുളിശ്ശേരി, മീൻകറിയും സാമ്പാറും. 3. അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലേ? ഉച്ചഭക്ഷണം മാത്രമാണോ? അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് പൊറോട്ട ഒന്നുമില്ല, ദോശ, അപ്പം, ഇടിയപ്പം, അങ്ങനൊക്കെ. വൈകുന്നേരം ഉണ്ടോ? വൈകിട്ടില്ല. എന്താ ഈ കുടുംബശ്രീ എന്റെ കീഴിൽ സബ്സിഡി വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ ഇല്ല, അങ്ങനൊന്നുമില്ല. അയൽക്കൂട്ടെല്ലാം കൂടി ചേർന്ന് നടത്തിയതാണോ? പേരെന്തുട്ടാ? ലഹിത. ഒറ്റ അടുക്കൽ 2 വീട്ടിലേക്ക്. ഈ അടുക്കള എല്ലാം പോകുന്നത്. ഓക്കെ. നീ ആ സാധനം കണ്ടോ? അതിനെ വെല്ലാൻ മാത്രം രുചിയുള്ള വേറൊരു ഭക്ഷണവും ഈ ലോകത്തില്ല. മത്തി ഉയിർ. എന്തൊരു ഫാൻ ബേസ് അല്ലേ മത്തിക്ക്. എത്ര തരം മത്തി പീര, മത്തി കുടംപുളി ഇട്ട് വെച്ചത്, മത്തി മാങ്ങ ഇട്ട് വെച്ചത്, മത്തി ഡീപ് ഫ്രൈ, മത്തി കുരുമുളക് ഇട്ട് വെച്ചത്. അത് എങ്ങനെ വെച്ചാലും മത്തിക്കുള്ളൊരു ഫാൻ ബേസ് അസാധനം തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തിയുടെ കട. എനിക്ക് തോന്നി കുടുംബശ്രീ എന്ന പേര് മാറിയിട്ടെ മത്തിക്കട നാക്കേണ്ടി വരും കേട്ടോ. കാരണം മത്തിയാണ് കഴിഞ്ഞ 2 കൊല്ലത്തോളം സ്ഥിരമായിട്ട് മത്തി ഫ്രൈ, മത്തിയെപ്പോലൊരു ഐറ്റം. ഈ കായംകുളം കുറ്റിത്തെരുവ് വന്നിട്ട്, കുറ്റിത്തെരുവ് ഇവിടെ പെട്രോൾ പമ്പ്, ശക്തി പെട്രോൾ പമ്പ്. ശക്തി, അതായത് പുള്ളിക്കണക്ക് പെട്രോൾ പമ്പിന്റെ സൈഡിലൂടെ റോഡുണ്ട്. ആ റോഡ് ജസ്റ്റ് മുന്നോട്ട് വരുമ്പോൾ കാണാം കുടുംബശ്രീ വീട്ടിലെ ഊണ്. ഇനി ആലപ്പുഴ ഭാഗത്ത് കായംകുളത്തൊക്കാരും വരുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കെത്തിയാൽ നല്ല ഊണ് കഴിക്കാം, നല്ല മത്തി ഫ്രൈയും. പിന്നെ എന്ത് വേണം അല്ലേ? അപ്പോൾ തൽക്കാലം കഴിച്ചിട്ട് ഞാൻ വിട്ടേക്കും. എല്ലാ മത്തി ഫാൻസിനും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഒരു മത്തിക്കട, നമ്മുടെ സ്വന്തം കുടുംബശ്രീ വീട്ടിലൂണ്. അപ്പം സുലാം.